ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ചെക്ക് ഹെഡ്ലൈറ്റ് ലോ. ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റ് മാറ്റണം. H7 ആണ് ഹെഡ്ലൈറ്റിൻ്റെ നമ്പർ. ഇത് ലോ ബീം ലൈറ്റിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്. രണ്ട് പ്രോങ് പോലത്തെ സാധനം ഇങ്ങനെ ഇങ്ങനെ കുത്തി വയ്ക്കുകയോ ചെയ്യണേ, തിരിക്കുകയല്ല ചെയ്യണേ, കുത്തി കയറ്റി വയ്ക്കുകയോ ചെയ്യണേ. ഞാൻ ബേസിക് ഹെഡ്ലൈറ്റാണ് വാങ്ങിച്ചത്. ബ്രൈറ്റർ എന്നൊക്കെ പറഞ്ഞ് വേറെ സാധനമൊക്കെ ഉണ്ട്. സിൽവർ സ്റ്റാർ ആൾട്ര എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാറ് വരുന്നത് ബേസിക് ഹെഡ്ലൈറ്റിലാണ് വരുന്നത്. പിന്നെ നമ്മളിപ്പോൾ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്നാ കാര്യം? ബ്രൈറ്റ്നസ് ബൾബ്സ് ആർ ഡിസൈൻ ഫോർ ബെറ്റർ ഡൗൺഗ്രേഡ് പെർഫോമൻസ് കമ്പയർ ടു ബേസിക്. H1 ബേസിക് റേറ്റഡ് ലൈഫ് അവർ 270 hours റേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതൊക്കെ മതി. ഓസ്ട്രാം സിൽവേനിയ ഹിൽസ്ബറോ ന്യൂ ഹാംസ്പിയർ മേഡ് ഇൻ ജർമ്മനി. ഓക്കെ, തൽക്കാലം ഇത് മതി. ബേസിക് ലൈറ്റ് ഇതാണ്. ബൾബ് കൈ കൊണ്ട് ഗ്ലാസിൻ്റെ ഭാഗത്ത് തൊടരുത്. അതുകൊണ്ടാണ് ഈ സൈഡ് വശത്ത് പിടിച്ചിരിക്കുന്നത്. പരമാവധി അവിടെ തൊടാതിരിക്കുക. തുടരുതെന്നാണ് പറയണത്. പിന്നെ ഗ്ലൗസ് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. $12.14 10% ടാക്സ്. $1.21 ടാക്സ് ആയിട്ട് പോയി. മൊത്തം $13.35 ഹെഡ് ലാമ്പ് ഇങ്ങനെയാണ്. ഈ ലൈറ്റ് കത്തണില്ല. ഇത് കത്തണില്ല. ഇതിൻ്റെ അടിയിലുള്ള ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ സൈഡിലത്തെ ലൈറ്റ് കത്തുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ എല്ലാം കത്തുന്നുണ്ട്. ഇതാണ് ലോ ബീം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഊറിയിട്ട് അതിനകത്തൊരു സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. ഇതെങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ആരോമാർക്ക് കണ്ടില്ലേ? ലോക്ക് ഇങ്ങോട്ടൊന്ന് കാണിക്കണം. അപ്പോൾ അൺലോക്ക് ആക്കണേ അങ്ങോട്ട് ആക്കണം. ഇതാണ് ഫീസായി പോയ ബൾബ്. ഇതിങ്ങനെ പൊക്കിയെടുത്താൽ മതി. ഫോണിലെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ പൊക്കിയെടുത്താൽ മതി. ഉണ്ടോ, ഇതാണ് പഴയ ബൾബ്. ഈ പുതിയ ബൾബ് അതേപോലെ എടുത്ത് അങ്ങോട്ട് കുത്തി വെച്ചാൽ മതി. ആ സാധനത്തിലേക്ക്, ഈ രണ്ടെണ്ണത്തിലേക്ക് കുത്തി വെച്ചാൽ മതി. ഓക്കെ, ഈ സാധനമില്ല. ഈ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഇടയിൽ വന്നു നോക്കിയേ. രണ്ട് ബൾബും. ഇത് ലോ ബീം, ഇത് ഹൈ ബീം. ഓക്കെ, ലോ ബീം, ഇത് ഹൈ ബീം. അല്ല ഇത് ഹൈ ബീം, ഇത് ലോ ബീം.